ഹലോ ഹായ് ഗായ്സ്, എല്ലാവർക്കും ഗഫൂർ ഇപ്പിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. അപ്പോൾ ഞങ്ങളെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കർണാടകയിലാണ് കേട്ടോ. കർണാടകയിൽ എവിടെ നിന്നറിയോ? സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലോട്ട് പോകുന്ന വഴി മദ്ദൂർ എന്ന സ്ഥലത്തുനിന്നും ലെഫ്റ്റേക്ക് കയറി കേട്ടോ. ലെഫ്റ്റേക്ക് കയറിയൊക്കെയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പം നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് തീർന്നു. ലെഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതവിടെ ആ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും കൃഷികളുള്ളത് കേട്ടോ. അത് പോകുന്നതിനിടയ്ക്ക് തന്നെ വളരെ നല്ല രസമായ സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ തന്നെ നിർത്തി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇതിങ്ങനെ അങ്ങനെ നേരെ നോക്കുമ്പോൾ ആകാശങ്ങൾ നീലിമയും ഇതെല്ലാം കണ്ട് നമുക്ക് നല്ലൊരു ഭംഗിയാട്ടോ. ആ റോഡിന് പോകുന്നത് തന്നെ ഭയങ്കര രസമാണ്. ഇങ്ങനെ പൊളഞ്ഞിരിക്കുന്ന നല്ല സ്ഥലമാണ്. ചുറ്റും അപ്പുറം റൈറ്റ് ആൻഡ് ലെഫ്റ്റും ഒക്കെ കൃഷിയുടെ കേട്ടോ. കർണാടകക്കാരെ എന്നറിയാലോ, അവിടെ നിങ്ങൾക്ക് അറിയാലോ എന്തായാലും ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലവും അവിടെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഡാമിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഓക്കെ, ബർഗിഡ് ഡാം. പിന്നെ മധ്യപ്രദേശിൽ ഇതേപോലെ പേരിലൊരു ഡാം കേട്ടോ. ലൊക്കേഷൻ അങ്ങോട്ടൊന്നും പോവല്ലേ, നർമ്മദ നദിയാണത്, അതല്ല കേട്ടോ. അല്ല, നമ്മളിവിടെ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഡാമിലാണ്. ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നോക്കുക, നിങ്ങൾ നവർന്ന് ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ ഇരിക്കുന്ന വെള്ളം അല്ലേ, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇതിൽ നല്ല മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് ഇങ്ങനെ വന്നിക്കാണെങ്കിലും വല്ല അത്യാവശ്യം വല്ല ചൂണ്ടലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് മീൻ പിടിച്ചിട്ടൊക്കെ ലേസം ഒന്ന് കഴിക്കുകയോ ചെയ്യുക. അങ്ങനെ ഇതിനൊക്കെ ഒരു ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ ചുറ്റും പിന്നെ കാണാൻ നല്ല രസമാണ് ഇവിടെ. എന്താ നല്ല കാറ്റ് കൊണ്ടിരിക്കാം. നമുക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമുക്കിങ്ങനെ അവിടെ നിന്ന് വരുന്ന സമയത്ത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വന്ന് നമ്മൾ ഏകദേശം കുടിൽപ്പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് എത്താൻ വേണ്ടി നമുക്ക് കാണാൻ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ കാണാൻ കുറച്ച് സംഭവമാണെങ്കിലും നമ്മൾ നേരെ ഇവിടെ ഡാമിൽ വന്നു കഴിഞ്ഞാൽ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് മീനൊക്കെ പിടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്ന് പോകാൻ കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ നിന്ന് ഇപ്പോൾ ഇതൊരു ജലസേചനത്തിന് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നും അല്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ച പർവ്വതാനി വിരിച്ച പോലൊക്കെ നമുക്കെല്ലാം ഭയങ്കര ഫീലാട്ടോ. ഇവിടെ ഭയങ്കര ഫീലാണ്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇതിൻ്റെ നമ്മൾ ഈ ഡാമിൻ്റെ ഇങ്ങനെ ഈ പുറത്തെ വശമൊക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നോക്കിയാൽ നല്ല ഫുള്ള് പച്ച പുല്ലിങ്ങനെ വിരിയിച്ചിട്ട് അങ്ങനെ ആകാശം മുട്ടേ നിൽക്കുന്ന പോലെ തോന്നില്ലേ? ആ കാർമേഘങ്ങളും ഈ പച്ചപ്പെല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് ഭയങ്കര ലാൻഡ്സ്കേപ്പ് ഫീൽ ചെയ്യുന്നില്ല അവിടെ നിങ്ങൾക്ക്? അപ്പോൾ ഞങ്ങളെല്ലാവരും വരിക, കാണുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, മറക്കാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിട്ടുപോകരുത്. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം.